ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് രേണുസുതി ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരു മറുപടിയും കാര്യങ്ങളുമായിട്ട് വരാത്തത്. കാരണം കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണുവിനെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ കുറേ ആരോപണങ്ങളും കാര്യങ്ങളുമായിട്ട് രംഗത്ത് എത്തുന്നുണ്ട്. സാധാ രീതി ഉണ്ടെങ്കിൽ രേണുവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ രേണു ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, അവർ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ഇത് കണക്കുണ്ടെങ്കിൽ രേണുവിനെതിരെ ഭയങ്കര മോശമുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കണക്ക് ഗൾഫിൽ ചെന്നിട്ട് അതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ രേണുവിനെതിരെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഇതുവരെ രേണു ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം ഇതുണ്ടെങ്കിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നതിന് മെയിൻ കാരണം ഇത് സത്യമായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രേണു ഉണ്ടെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാത്തതെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നത്. സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാതെ നമുക്ക് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പറഞ്ഞ് ഉടനെ ഉണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് രേണു ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ ഇതിനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുന്നില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഈ സംഭവങ്ങൾ കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നേ. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും മെൻഷൻ ചെയ്തില്ല. ഇത് കണ്ടപ്പോൾ ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഇത് സത്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്.